ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഈശ്വരഭക്തിയും മനുഷ്യസ്നേഹവും വിളംബരം ചെയ്യുന്നതാണ് പേജ് നമ്പർ 66. ശ്രദ്ധിക്കുക. ഈശ്വരഭക്തിയും മനുഷ്യസ്നേഹവും വിളംബരം ചെയ്യുന്നതാണ് ടാഗോറിൻ്റെ മിക്ക കൃതികളും. ചെറുകഥ, കവിത, നാടകം, നോവൽ മുതലായ സാഹിത്യ ശാഖകളിൽ അനേകം വിശിഷ്ടകൃതികൾ മഹാകവി രചിച്ചിട്ടുണ്ട്. കാബൂളിവാല എന്ന ബാലസാഹിത്യകൃതി ലോകപ്രസിദ്ധമാണ്. പ്രശസ്തനായ ചിത്രകാരൻ കൂടിയായിരുന്നു ടാഗോർ. പ്രഭാഷകൻ എന്ന നിലയിലും അതുല്യ സ്ഥാനമാണ് ടാഗോറിനുള്ളത്. പല വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത് ആ പാരഗ്രാഫില്? ഈശ്വരഭക്തിയും മനുഷ്യസ്നേഹവും വിളംബരം ചെയ്യുന്നതാണ് ടാഗോറിന്റെ മിക്ക കൃതികളും. ടാഗോറിന്റെ കൃതികളിൽ എന്താണ് പ്രത്യേകത പറഞ്ഞത്? ഈശ്വരഭക്തിയും മനുഷ്യസ്നേഹവും വിളംബരം ചെയ്യുന്നതാണ്. ഈശ്വരഭക്തി പറഞ്ഞാൽ അറിയാലോ, മനുഷ്യസ്നേഹവും അറിയാം അല്ലേ? ചെറുകഥ, കവിത, നാടകം, നോവൽ മുതലായ സാഹിത്യ ശാഖകളിൽ അനേകം വിശിഷ്ട കൃതികൾ മഹാകവി രചിച്ചിട്ടുണ്ട്. ചെറുകഥ, കവിത, നാടകം, നോവൽ മുതലായ സാഹിത്യ ശാഖകളിൽ അനേകം വിശിഷ്ട കൃതികൾ മഹാകവി രചിച്ചിട്ടുണ്ട്. കാബൂളിവാല എന്ന ബാലസാഹിത്യ കൃതി ലോകപ്രസിദ്ധമാണ്. എന്താണ് കാബൂളിവാല എന്ന ബാലസാഹിത്യ കൃതി ലോകപ്രസിദ്ധമാണ്. പ്രശസ്തനായ ചിത്രകാരൻ കൂടിയായിരുന്നു ടാഗോർ. പ്രഭാഷകൻ എന്ന നിലയിലും അതുല്യ സ്ഥാനമാണ് ടാഗോറിനുള്ളത്. പല വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അല്ലേ? എന്താ പറഞ്ഞേ? പ്രഭാഷകൻ എന്ന നിലയിലും അതുല്യ സ്ഥാനമാണ് ആർക്കുള്ളത്? ടാഗോറിനുള്ളത്. പല വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. നല്ലൊരു പ്രഭാഷകൻ കൂടിയായിരുന്നു അദ്ദേഹം അല്ലെ? ചിത്രകാരനായിരുന്നു, നല്ല കവിയായിരുന്നു അല്ലെ? പിന്നെന്താ, പ്രഭാഷകനായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പ്രശസ്തനായിരുന്നു ആര്? ടാഗോർ. ഗുരുക്കന്മാരുടെ ഗുരുവിന് തുല്യമായ അത്യുന്നത സ്ഥാനമുള്ള മഹാത്മാവിനെ ഗുരുദേവ് എന്നാണ് ജനങ്ങൾ വിളിച്ചു പോകുന്നത്. ഗുരുക്കന്മാരുടെ ഗുരുവിന് തുല്യമായ അത്യുന്നത സ്ഥാനമുള്ള, അത്യുന്നതം എന്ന് പറഞ്ഞ എന്താണ്? വളരെ ഉയർന്നത്. അത്യുന്നതം, അതി പ്ലസ് ഉന്നതം, അത്യുന്നതം. അപ്പൊ അത്യുന്നത സ്ഥാനം, വളരെ ഉയർന്ന സ്ഥാനമാണ് ആർക്കുള്ളത് അല്ലെ? ഗുരുക്കന്മാരുടെ ഗുരുവിന് തുല്യമായ അത്യുന്നത സ്ഥാനമുള്ള മഹാത്മാവിനെ ഗുരുദേവ് എന്നാണ് ജനങ്ങൾ വിളിച്ചു പോകുന്നത്. എന്താ വിളിക്കുന്നത്? ഗുരുദേവ്. ഗുരുദേവ് എന്നാണ് ജനങ്ങൾ വിളിച്ചു പോകുന്നത്. മഹാത്മാഗാന്ധിക്കും ഇങ്ങനെ വിളിക്കാനായിരുന്നു ഇഷ്ടം. ഗാന്ധിജി പോലും ഇദ്ദേഹത്തിനെ ഗുരുദേവ് എന്നാണ് സംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്. 1941 ഓഗസ്റ്റ് 7-ാം തീയതി ആ വിശ്വമഹാകവി ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പൊ അദ്ദേഹം മരിച്ചുപോയി അല്ലേ? എപ്പോഴാ? 1941 ഓഗസ്റ്റ് 7-ാം തീയതി ആ വിശ്വമഹാകവി ലോകത്തോട് യാത്ര പറഞ്ഞു. ഇത്രയാണ് അതിൽ ടാഗോറിനെ പറ്റി പറഞ്ഞത്. ടാഗോറിന്റെ ജനനം പറഞ്ഞു, ജനിച്ച സ്ഥലം പറഞ്ഞു, അച്ഛനമ്മമാരെ കുറിച്ച് പറഞ്ഞു, ശാന്തി നികേതനത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ? അദ്ദേഹം ശാന്തി നികേതനം എങ്ങനെയുള്ള സ്കൂളായിരുന്നു എന്നൊക്കെ നമ്മളോട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഈശ്വരഭക്തിയും മനുഷ്യസ്നേഹവും വിളംബരം ചെയ്യുന്നതാണ് ടാഗോറിന്റെ മിക്ക കൃതികളും. ചെറുകഥ, കവിത, നാടകം, നോവൽ മുതലായ സാഹിത്യ ശാഖകളിൽ അദ്ദേഹം വിശിഷ്ട കൃതികൾ മഹാകവി രചിച്ചിട്ടുണ്ട്. കാബൂളിവാല എന്ന ബാലസാഹിത്യ കൃതി ലോക പ്രസിദ്ധമാണ്. പ്രശസ്തനായ ചിത്രകാരൻ കൂടിയായിരുന്നു ആര്? ടാഗോർ. അതുപോലെ തന്നെ പ്രഭാഷകൻ എന്ന നിലയിലും അതുല്യ സ്ഥാനം. ആ തുല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യമല്ലാത്ത അല്ലെ? എത്രയും വലിയ സ്ഥാനം, അതുല്യ സ്ഥാനം ആണ് ടാഗോറിനുള്ള. പല വിദേശ രാജ്യങ്ങളിലും അദ്ദേഹം പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതുല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യമായി മറ്റൊന്നും ഇല്ലാത്തത് അല്ലേ? മനസ്സിലായിട്ടില്ലേ? അത് എന്താണ് ജോയലേ? എന്താ പ്രശ്നം? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്തു പറ്റി? അപ്പൊ ഗുരുക്കന്മാരുടെ ഗുരുവിന് തുല്യമായ അത്യുന്നത സ്ഥാനമുള്ള മഹാത്മാവിനെ ഗുരുദേവ് എന്നാണ് ജനങ്ങൾ വിളിച്ചു പോകുന്നത്. മഹാത്മാഗാന്ധിക്കും ഇങ്ങനെ വിളിക്കാനായിരുന്നു ഇഷ്ടം. 1941 ഓഗസ്റ്റ് 7-ാം തീയതി ആ വിശ്വമഹാകവി ലോകത്തോട് യാത്ര പറഞ്ഞു. ലോകത്തോട് യാത്ര പറയുക പറഞ്ഞ എന്താണ്? അത് തന്നെ ജസ്റ്റസേ. അതിന് ഏറ്റവും നല്ലൊരു വാക്കുകൾ കാണിച്ചു തന്നു ജസ്റ്റസ്. അത് അപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അല്ലേ? അദ്ദേഹം മരിച്ചുപോയി എന്നർത്ഥം.
1941 ഓഗസ്റ്റ് 7. അപ്പൊ ഇതിൽ കുറച്ച് വേർഡ്സ് ഉള്ളത് ഏതാ? കുറച്ചൊന്നും അധികം ഉണ്ട്. ഇതിലുള്ളത് കൂടാണ്ട് കുറച്ച് വേർഡ്സ് നിങ്ങൾക്ക് അറിയാത്ത ഉണ്ടായിരുന്നു. അത് നേരം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുലഭം ധാരാളമായുള്ളത് അല്ലെ, ധാരാളമായി ലഭിക്കുന്നതാണ് സുലഭം. ദുർലഭം എന്ന് വരുവേ ഓപ്പോസിറ്റ് വേർഡ്. അതുല്യം. തുല്യമായി മറ്റൊന്നും ഇല്ലാത്തതാണ് അതുല്യം. അതുല്യ എന്ന് പറഞ്ഞാൽ തുല്യമായി മറ്റാരും ഇല്ലാത്തവൾ അല്ലെ, അതുല്യം. അതുല്യം. അതിവിശിഷ്ടം, വളരെയേറെ വിശേഷപ്പെട്ടതാണ് അതിവിശിഷ്ടം. അത്യുന്നതം, വളരെ ഉയർന്നത്, ഉയർന്ന. നീലാംബരം, നീലാകാശം. വിപുലം, വലുപ്പമുള്ള അല്ലെങ്കിൽ വിസ്താരമുള്ള. അത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ വനം, കാനനം. കാനനം എന്ന് പറഞ്ഞില്ലേ നമ്മള്, കാനനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വനം, കാട്. കാട്. കാനനം എന്ന് പറഞ്ഞാൽ വനം അല്ലെ, കാട്. അപ്പൊ വനത്തിന്റെ പര്യായ പദങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാനനം, ആരണ്യം, വിപിനം. നെക്സ്റ്റ് വാനം. വാനമിന് നിങ്ങൾക്ക് അറിയാം, വിണ്ണ്, വിഹായസ്, ഗഗനം, അമ്പരം അല്ലെ, ഇഷ്ടം പോലെ വാക്കുകൾ. വാനം, മാനം ഒക്കെ അറിയാലോ, കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. വാനം, വാനം, വിണ്ണ്, ആകാശം, മാനം. നെക്സ്റ്റ് എന്താ? ഗഗനം, അമ്പരം, ഒരുപാടുണ്ട്. ഭവനം. ഭവനവും നമ്മൾ കഴിഞ്ഞ കുറച്ച് പാഠങ്ങളിലായിട്ട് പഠിച്ചാണ്. ഭവനം, വീട് അല്ലെ, വീട്, ഗൃഹം, പിന്നെയോ മന്ദിരം, നികേതനം, ഒരുപാട് നിങ്ങൾക്ക് പറയാനാവും. അത് കഴിഞ്ഞ പര്യായ പദങ്ങളിൽ 3 ഉള്ളൂ. അത് കഴിഞ്ഞ് വിപരീത പദങ്ങൾ പറയുന്നുണ്ട്. സുലഭം. എന്താണ്? സുലഭം, ധാരാളമായി ലഭിക്കുന്നത്. ദുർലഭം എന്ന് പറഞ്ഞാലോ കുറഞ്ഞത് അല്ലെ, വിരളമായിട്ടുള്ളത്. സ്വദേശി, ഓപ്പോസിറ്റ് വേർഡ് വിദേശി. വിശാലം, വിശാല മനസ്കൻ എന്ന് പറഞ്ഞാല് വിശാലമായ മനസ്സുള്ളവർ. സങ്കുചിതം അല്ലെ, ഇടുങ്ങിയത്. സങ്കുചിതം എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയത്. അപ്പൊ വിശാലം എന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് എന്ത്? സങ്കുചിതം. നിരപരാധി. നിരപരാധിയുടെ എന്താണ്? അപരാധി അല്ലെ, അപരാധിയാണ് നിരപരാധി. അതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് നിരപരാധി. അപരാധി പറഞ്ഞാൽ കുറ്റം ചെയ്തവൻ. നിരപരാധി പറഞ്ഞാലോ നിരപരാധി പറഞ്ഞാൽ കുറ്റം ചെയ്യാത്തവൻ അല്ലെ. ഓക്കെ. നെക്സ്റ്റ് സന്ധി ചേർത്ത് എഴുതുക ഉണ്ട് അല്ലെ. അതി പ്ലസ് അധ്വാനമാണ് എന്ത്? അത്യധ്വാനം. അതി പ്ലസ് അധ്വാനം, അത്യധ്വാനം. അതി അധികം, അധ്വാനം, അത്യധ്വാനം. അതി അഗാധം. എന്താണ്? അത്യഗാധം. എഴുതിക്കോ, അത്യഗാധം. ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തോ മക്കളെ. അത്യഗാധം. അതി പ്ലസ് ഉന്നതം, അത്യുന്നതം. എഴുതാൻ അറിയല്ലോ? ഞാൻ ക്ലിയർ ചെയ്താ മിസ്. എഴുതിനാ? ഓക്കെ. ജോയലേ എഴുതിക്കോ. എഴുതാൻ അറിയാത്തുണ്ടെങ്കിൽ പറയണേ. അതി പ്ലസ് അഗാധം, അത്യഗാധം. അത്യഗാധം അങ്ങനെയാണ് എഴുതേണ്ടത്. അത്യഗാധം. അത്യഗാധം ഒന്നും അറിയില്ല. നേരത്തെ നമ്മൾ എഴുതിയ പോലെ തന്നെ, അത്യധ്വാനം എഴുതിയ പോലെ തന്നെ അത്യഗാധം എഴുതണം. തീന്റെ അടുത്ത് യാ ചേർത്താം. ആ ചിഹ്നം ചേർക്കണം. അത്യഗാധം. ചിഹ്നം മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒഴിവാക്കണം. അത്യഗാധം എഴുതുമ്പം ആ ചിഹ്നൂട്ടിട്ട് ആ ഒഴിവാക്കണം. കണ്ടോ? അത്യഗാധം. അതി പ്ലസ് ഉന്നതം എന്താണ്? അത്യുന്നതം. വൃത്തി എഴുതണേ. മിസ് എഴുതുമ്പോൾ മൗസ് കൊണ്ട് എഴുതുന്നതായിട്ട് വൃത്തിയാവൂല. അത്യുന്നതം. അത്യഗാധവും അത്യുന്നതും.
നെക്സ്റ്റ് എന്താ പറയുന്നത്? അതി പ്ലസ് ഉത്സാഹം, അത്യുത്സാഹം. ഇതേപോലെ എഴുതിയാൽ മതി. ആ വള്ളിക്ക് പകരം ഈ ചിഹ്നൂട്ടിന് പോവും. അത്യുത്സാഹം. എഴുതിയത്? അപ്പൊ അത്യുത്സാഹം എഴുതണേ. അത്യുത്സാഹം. ഓക്കെ, നെക്സ്റ്റ് ചേരുംപടി ചേർക്കുകയാണ്. എന്താണ് നെക്സ്റ്റ്? എന്താണ് ചേരുംപടി ചേർക്കുക. അതില് ഫസ്റ്റ് വൺ വിളംബരം. എന്താണ് വിളംബരം? എന്താ ചെയ്യുക? വിളംബരം ചെയ്യുക. ആ, വിളംബരം ചെയ്യുക. എഴുതിക്കോ, അങ്ങോട്ടും വരച്ചോ. നല്ല വൃത്തി നീറ്റിൽ വരക്കണേ. സ്കൈലെടുത്ത് വരക്ക. ഓക്കെ, വിളംബരം ചെയ്യുക. നെക്സ്റ്റ് വിട. വിട പറയുക. വിട പറയുക. ഓക്കെ, കറക്റ്റ്. വിട പറയുക. നെക്സ്റ്റ് സേവനം. സേവനം അനുഷ്ഠിക്കുക. ഓക്കെ, സേവനം അനുഷ്ഠിക്കുക. നേരെ വരക്കണേ. സേവനം അനുഷ്ഠിക്കുക. ഭംഗി എന്താ ചെയ്യുക നമ്മള്? ആസ്വദിക്കുക. ഓക്കെ, ഭംഗി ആസ്വദിക്കുക. ഓക്കെ, പ്രതിഫലം പറ്റുക. പറ്റുക. പ്രതിഫലം പറ്റുക അല്ലേ? ഓക്കെ, അപ്പൊ മാച്ച് ചെയ്തോ. ഹലീമ, ഏതാണെന്ന് മനസ്സിലായോ? മനസ്സിലായ ഹലീമക്ക്? ഇല്ലേ? എന്നാ ചോദിക്കുക. അതിനല്ലേ നമ്മുടെ വായിൻ്റെ ഉള്ളിൽ എന്ത്? നാവ്. ഓക്കെ ഹലീമ, നമ്മളിപ്പോ വിശ്വമഹാകവി ടാഗോർ എന്ന പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർക്ക് ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പേജ് നമ്പർ 67 67 മോളിൽ കണ്ടോ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞ്? ചേരുംപടി ചേർക്കാം. അതാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ. അതിൽ ഫസ്റ്റ് വൺ വിളംബരം ചെയ്യുക, വിട പറയുക, സേവനം അനുഷ്ഠിക്കുക, ഭംഗി ആസ്വദിക്കുക, പ്രതിഫലം പറ്റുക. ഇത്രയും മാച്ച് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ മോളെ? ഓക്കെ, അപ്പൊ അത് എഴുതുക. അതിനു മുമ്പേ നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഹലീമക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ടോ? അതി പ്ലസ് സന്ധി ചേർത്ത് എഴുതുക എന്നുള്ളതില് അതി പ്ലസ് അധ്വാനം അത്യധ്വാനം ഉണ്ട്. അവിടെ നമുക്ക് ഉദാഹരണം തന്നിട്ടുണ്ട്, എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതി പ്ലസ് അഗാധം എന്ത്? അത്യഗാധം. അതി അധികം ഉന്നതം അത്യുന്നതം. അതി അധികം ഉത്സാഹം അത്യുത്സാഹം. ഇത്രയും ചേർക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേരുംപടി ചേർക്കുന്നിടത്ത് എത്തിയത്. ഓക്കെ, കാരണം എഴുതിയത് സന്ധി ചേർക്കാനുണ്ടായിരുന്നു തൊട്ട് മുന്നിൽ. സന്ധി എന്ന് പറഞ്ഞ എന്താ? സന്ധി പറഞ്ഞ അറിയില്ലേ? നമ്മൾ ചേർക്കാറില്ലേ സന്ധി? ഈ ചേർക്കുന്നതിനെയാണോ പറയുന്നത്? സന്ധി ചേർത്ത് എഴുതുക എന്ന് പറഞ്ഞ എന്താണ്? ചേർത്ത് എഴുതുക തന്നെ. സന്ധി പറഞ്ഞ എന്താണ്? രണ്ട് കാര്യങ്ങള് ഒന്നിച്ച് ചേർക്കുന്നതിനാണ് പറയാ, കൂട്ടിമുട്ടുന്നതിനാ സന്ധി ചേരുക. ആ, സന്ധി ചേർത്ത് എഴുതുക എന്നാ പറഞ്ഞത്. എന്താ വെച്ചാല് അത് കൂട്ടി എഴുതാൻ, ചേർത്ത് എഴുതാൻ. ഇത്രയേ ഉള്ളൂ.
ഓക്കെ, രണ്ട് കാര്യങ്ങൾ രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? നമ്മൾ ചേർത്ത് എഴുതണം അല്ലേ? പ്ലസ് സന്ധി അധികം എന്നുള്ള ചിഹ്നം വരണം. അപ്പൊ അത് അവിടെ കൊടുക്കുന്നില്ല, അത് നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വരുക എക്സാമിനെല്ലാം വരുമ്പം അധികം പ്ലസ് ചിഹ്നം ഉണ്ടാവും. പ്ലസ് അഗാധം ആണ് എന്ത്? അത്യഗാധം എന്ന് വരുക. മനസ്സിലായില്ലേ? ഓക്കെ, ഹലീമ എഴുതുന്നുണ്ടോ ഇത്? ഇതാണ് നമ്മൾ ചേർത്ത് എഴുതിയത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് എഴുതിയോ ഹലീമ? ഓക്കെ, അത് കഴിഞ്ഞാൽ ചേരുംപടി ചേർക്കുക. അതാണ് എന്ത്? വിളംബരം ചേർത്തു. അത് വിളംബരം ചെയ്യുക വിട പറയുക. കണ്ടോ? വിളംബരം താഴെ ചെയ്യുക, അതിലേക്ക് വരക്ക്. വിട പറയുക, സേവനം അനുഷ്ഠിക്കുക, ഭംഗി ആസ്വദിക്കുക, പ്രതിഫലം പറ്റുക. ഓക്കെ, നെക്സ്റ്റ് പൂരിപ്പിക്കുക. അടുത്തത് സ്വതന്ത്രം എന്ത്? സ്വാതന്ത്ര്യം അല്ലെ? സ്വതന്ത്രം എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സ്വതന്ത്രം, സ്വാതന്ത്ര്യം. അപ്പൊ പ്രസിദ്ധി എന്താ വരുക? പ്രസിദ്ധം. പ്രസിദ്ധം, പ്രസിദ്ധം, പ്രസിദ്ധി. എഴുതിക്കോ, പ്രസിദ്ധം. എഴുതാൻ അറിയില്ലേ? ആ ധാന്യ വേണ്ടത് എന്നിട്ട് അനുസ്വാരം ഇടുക. പ്രസിദ്ധം. ഓക്കെ, അപ്പൊ വിപുല എന്താ വരുക? അല്ല, വിശിഷ്ട. അടുത്തത് വിശിഷ്ടമുണ്ട്. ഓക്കെ, വിശിഷ്ടം. വിശിഷ്ടിയായിരിക്കും അല്ലെ? വിശിഷ്ടത വരുവോ? ഓക്കെ, വിപുലം, വിപുലത അല്ലേ? മിസ്സേ, വിശിഷ്ടത്തിന്റെ എന്തായിരുന്നു? വിശിഷ്ടത. വിശിഷ്ടി വരൂല, എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക് ഉണ്ട്. വിശിഷ്ടത. ഓക്കെ, വിപുലം എന്താണ്? വിപുലത. ഓക്കെ, വിപുലത. വിപുലത തന്നെ. കാരണം വിശാലം, വിശാലത. കണ്ടോ താഴെ? അടുത്തതാ വിശാലത എന്നുണ്ട്. അപ്പൊ ഡേഷിൽ എന്താ വരണ്ടേ? വിശാലം. ഓക്കെ, വിശാലം, വിശാലത. അടിയിൽ ആസ്വാദ്യം, ആസ്വാദനം അല്ലെ? അപ്പൊ വിശിഷ്ടം, വിശിഷ്ടത, വിപുലം, വിപുലത, വിശാലം, വിശാലത, ആസ്വാദ്യം, ആസ്വാദനം. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് വാക്യത്തിൽ പ്രയോഗിക്കാനാണ് താഴെ തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് എഴുതിയില്ലെങ്കിൽ പറയണ മക്കളെ ഒന്നുകൂടി. സ്വതന്ത്രം, സ്വാതന്ത്ര്യം, പ്രസിദ്ധം, പ്രസിദ്ധി, വിശിഷ്ടം, വിശിഷ്ടത, വിപുലം, വിപുലത, വിശാലം, വിശാലത, ആസ്വാദ്യം, ആസ്വാദനം. ഓക്കെ, നെക്സ്റ്റ് വാക്യത്തെ പ്രയോഗിക്കുകയാണ്. അതില് അതുല്യ സ്ഥാനം എന്താണ് തന്നിട്ടുണ്ട് നമുക്ക് അവിടെ? കായിക രംഗത്തുള്ള ഭാരതീയ വനിതകളിൽ അതുല്യ സ്ഥാനമാണ് ആർക്കുള്ളത്? PT ഉഷക്കുള്ളത്. അതുല്യ സ്ഥാനം എന്ന് പറഞ്ഞാല്, അതുല്യം എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കണം ആദ്യം. തുല്യമായി മറ്റൊന്നുമില്ല എന്നാണ് അർത്ഥം അല്ലെ? മറ്റൊന്നുമില്ലാത്തത്. അപ്പൊ അതുപോലെയാണ് PT ഉഷ അല്ലെ? കായിക രംഗത്ത് അവൾക്ക് തുല്യമായി ആരും ഇല്ല, അതിന് മുകളിലാണ്. നെക്സ്റ്റ് അതിവിശിഷ്ടം. എങ്ങനെ വാക്യത്തിൽ പ്രയോഗിക്കാം നമുക്ക്? അതിവിശിഷ്ടം. കായിക രംഗത്ത് അതിവിശിഷ്ടമായ സ്ഥാനമാണ് PT ഉഷയ്ക്കുള്ളത്. ഓക്കെ, രണ്ടും PT ഉഷയെ പിടിച്ചു. അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിക്കറ്റ് താരത്തെ പിടിച്ചാൽ മതി കേട്ടോ. കായിക രംഗത്ത് ക്രിക്കറ്റില് അതിവിശിഷ്ടമായ ആർക്കാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ഉള്ളതെന്നോ എന്തെങ്കിലും എഴുതിയാണ്. ഓക്കെ, അപ്പൊ അതിവിശിഷ്ടം, അതിപ്രധാനം എന്നർത്ഥത്തിലാണ്. അതിവിശിഷ്ടം, വളരെയേറെ വിശേഷപ്പെട്ടത് എന്നർത്ഥത്തിലാണ്. അതിവിശിഷ്ടം എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ഈ തരത്തിൽ ആക്കിയിട്ട് പ്രയോഗിക്കാതെ വേണമെങ്കിൽ ഏതെങ്കിലും വിശിഷ്ടമായത് എന്നർത്ഥം വരുന്നതിൽ നമുക്ക് ഏതെങ്കിലും ഒരു, ഇപ്പം ഭാരതരത്ന അവാർഡ് അതിവിശിഷ്ടമായതാണ്, അങ്ങനെ എന്തെങ്കിലും എഴുതിയാലും മതി. നെക്സ്റ്റ് എന്താണ്? എന്താ? ഏത്? വൈശിഷ്ട്യം.
വിശിഷ്ടമായത് വൈശിഷ്ട്യം. ഓക്കെ, വിശിഷ്ടമായത് പറഞ്ഞ എന്താ അർത്ഥം? വളരെയേറെ വിലപ്പെട്ടതല്ലേ? വിലപ്പെട്ടതാണ് വിശിഷ്ടം അല്ലേ? അതിവിശിഷ്ടം എന്ന് വളരെയേറെ വിലപ്പെട്ടത്. അപ്പൊ വിശിഷ്ടം എന്ന് പറഞ്ഞാലോ വിലപ്പെട്ടത് അല്ലേ? അപ്പൊ വിലപ്പെട്ടത് എന്തോ ഒന്ന്, അതാണ് വൈശിഷ്ട്യം. അതായത് വിലയർഹിക്കുന്നത്, അതാണ് വൈശിഷ്ട്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അല്ലെ? ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അതിൽ ഒന്നാമത്തത്, ആരാണ് ജനഗണമനയുടെ രചയിതാവ്? ആരാണ് ജനഗണമനയുടെ രചയിതാവ്? രവീന്ദ്രനാഥ ടാഗോർ. മഹാകവി ഡോക്ടർ രചയിതാവ് രവീന്ദ്രനാഥ്. ലോക മഹാകവികളാണ്. മഹാകവി രവീന്ദ്രനാഥ് ടാഗോറാണ് ഇത് ജനഗണമനയുടെ രചയിതാവ്. ശാന്തി നികേതനത്തിൽ സാധാരണയായി ക്ലാസുകൾ നടന്നിരുന്നത് എവിടെയാണ്? നമ്മൾ ആദ്യം എന്താ ഇമ്പോർട്ടന്റ് പറഞ്ഞത്? സ്വതന്ത്രമായ പഠനാന്തരീക്ഷവും കാറ്റും വെളിച്ചം ശുദ്ധവായുവും സുലഭം. ഓക്കെ, പച്ചക്കുട നിവർത്തിയ മരങ്ങൾക്ക് കീഴിൽ സ്വതന്ത്രമായ പഠനാന്തരീക്ഷം, കാറ്റും വെളിച്ചവും ശുദ്ധവായുവും സുലഭം. കിളികളുടെ കളകൂജനങ്ങളും എപ്പോഴും കേൾക്കാമായിരുന്നു അല്ലേ? ഇങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു. അന്നേരം ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് എങ്ങനെ എഴുതും? അതെങ്ങനെ എഴുതണ്ടെന്നാ? ഓക്കെ, ശാന്തി നികേതനത്തിൽ സാധാരണ ക്ലാസുകൾ നടന്നത് എവിടെയായിരുന്നു? എന്താ എഴുതേണ്ടത്? അങ്ങനെ പ്രത്യേകിച്ച് എഴുതുമ്പോ നമ്മൾ ഇങ്ങനെ എഴുതണം. എന്താണ്? അതായത് ഇതും കൂടി എഴുതണം അതിന്റെ കൂടെ. ശാന്തി ഭവൻ അഥവാ ശാന്തി നികേതനത്തിന്റെ ജയിലറ പോലെ അങ്ങനെ എഴുതണം. ജയിലറ പോലെ അടച്ചു കെട്ടിയ മുറികളിലായിരുന്നില്ല ഇവിടുത്തെ ശാന്തി നികേതനത്തിലെ പഠന രീതി അല്ലെ? എങ്ങനെയായിരുന്നു? പച്ചക്കുട നിവർത്തിയ മരങ്ങൾക്ക് കീഴിൽ സ്വതന്ത്രമായിട്ടായിരുന്നു പഠനാന്തരീക്ഷം. കാറ്റും വെളിച്ചവും ശുദ്ധവായുവും സുലഭമായി ലഭിച്ചിട്ടുണ്ടായിരുന്നു. കിളികളുടെ കളകൂജനങ്ങളും എപ്പോഴും കേൾക്കാമായിരുന്നു. ഈ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ശാന്തി നികേതനത്തിലെ പഠന രീതി അല്ലെ? അങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താണ്? ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ പാഠ്യപദ്ധതിയിൽ എന്തെല്ലാം ഉൾപ്പെട്ടിരുന്നു? എന്താണ് ആൻസർ? ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ താഴത്തെ ഹെഡിങ് അതിലായിരിക്കും. എന്തൊക്കെയായിരുന്നു പഠന രീതിയിൽ എന്തൊക്കെയായിരുന്നു ഉൾപ്പെട്ടിരുന്നത്? പേജ് നമ്പർ 64 ലാസ്റ്റ് പാരഗ്രാഫ് അല്ലേ അത്? അത് തന്നെ. ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ നിലനിന്നിരുന്നത്. ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ് അല്ലെ? അപ്പൊ ഗുരുക്കന്മാരും വിദ്യാലയത്തോട് എന്തൊക്കെയായിരുന്നു? വിദ്യാലയത്തോട് ചേർന്നുള്ള ഭവനങ്ങളിൽ തന്നെ താമസിച്ചിരുന്നു അല്ലെ? കുട്ടികൾക്ക് താമസിക്കാനും പ്രത്യേക മന്ദിരങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് സംശയങ്ങൾ തീർക്കാനും മരത്തിനുള്ളിൽ ശിഷ്യന്മാരോടൊപ്പം നടക്കുവാനും അവിടെ ഗുരുവിന് തന്റെ പാഠങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള ഒരു പഠന രീതിയായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം നടന്നിരുന്നത് അല്ലെ? പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത്. നെക്സ്റ്റ്, മഹാത്മാഗാന്ധി ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിക്കാൻ കാരണം എന്ത്? എന്താണ് ലാസ്റ്റ് പാരഗ്രാഫ്? തുല്യമായ അത്യുന്നത സ്ഥാനമുള്ള ആ മഹാത്മാവിനെ ഗുരുദേവ് എന്നാണ് ജനങ്ങൾ വിളിച്ചു പോന്നത്. മഹാത്മാഗാന്ധിയും ഇങ്ങനെ തന്നെയായിരുന്നു ആരെ വിളിച്ചിരുന്നത്? ഓക്കെ. ടാഗോറിന്റെ കൃതികൾക്ക് പൊതുവായി കാണുന്ന പ്രത്യേകത എന്താണ്? എന്താണ് ടാഗോറിന്റെ കൃതികൾക്ക്? സസ്യങ്ങളോടും മണ്ണിനോടും ഈശ്വരഭക്തിയും അതല്ലേ? ഈശ്വരഭക്തിയും അതാണ്. ഈശ്വരഭക്തിയും മനുഷ്യസ്നേഹവും വിളംബരം ചെയ്യുന്നതാണ് ടാഗോറിന്റെ മിക്ക കൃതികളും. ചെറുകഥ, കവിത, നാടകം, അതൊക്കെ എങ്ങനെയാ? ഈശ്വരഭക്തി, അതാണ് മെയിൻ പോയിന്റ്. ഈശ്വരഭക്തിയും മനുഷ്യസ്നേഹവും വിളംബരം ചെയ്യുന്നതായിരുന്നു ടാഗോറിന്റെ കൃതികൾ അല്ലെ? അതാണ് ടാഗോറിന്റെ കൃതികളിൽ പൊതുവായി കാണുന്ന പ്രത്യേകത. നെക്സ്റ്റ്, ശാന്തി നികേതനത്തിലെ അധ്യാപകരുടെ വൈശിഷ്ട്യം എന്തായിരുന്നു? ചിലർ പ്രതിഫലം പറ്റാതെയാണ് എന്താണ് തീർന്നപ്പോ സ്വദേശികൾ മാത്രമല്ല വിദേശികളായ ചില അധ്യാപകർ അവിടെ സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. ചിലർ പ്രതിഫലം പറ്റാതെയാണ് അധ്യാപനം നിർവഹിച്ചത്. ടാഗോറിന്റെ സ്ഥാപനത്തിൽ സേവനം അനുഷ്ഠിക്കുക എന്നത്
എന്നാണ് മഹാഭാഗ്യമായിട്ടാണ് അവർ കരുതിയിരുന്നത് അല്ലേ? അതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. അധ്യാപകരുടെ വൈശിഷ്ട്യം. ശാന്തിനികേതനം സ്ഥാപിക്കുന്നതിന് മഹാകവിയിൽ പ്രേരണ ചെലുത്തിയ സംഭവങ്ങൾ വിശദമാക്കുക. എന്താണ്? വീട്ടിലൊതുങ്ങിയ ആ ബാലനെ പിതാവ് ഹിമാലയ പർവ്വത പ്രദേശത്തേക്ക് കൊണ്ടുപോയി. പുറം ലോകം കണ്ടറിയാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അവസരം ലഭിച്ച കുട്ടിയിൽ വലിയ മാറ്റം വരുത്തി. ഈ മാറ്റത്തിന് തെളിവാണ് അദ്ദേഹം വളർത്തിയെടുത്ത ശാന്തിനികേതനം എന്ന വിദ്യാലയം. പിന്നീട് അത് വിശ്വഭാരതി സർവകലാശാലയായി. അപ്പൊ ശാന്തിനികേതനം സ്ഥാപിക്കുന്നതിന് മഹാകവിയിൽ പ്രേരണ ഏൽത്തിയത് അതാണ് അല്ലേ? ഇവിടെ വീട്ടിൽ ട്യൂഷൻ മാസ്റ്ററെ വരുത്തിയാണ് രവീന്ദ്രനാഥനെ പഠിപ്പിച്ചത്. 12 വയസ്സ് വരെ അങ്ങനെ കഴിഞ്ഞു അല്ലെ. വീട്ടിലൊതുങ്ങിയ ആ ബാലനെ എന്ത് ചെയ്തു? പിതാവ് ഒരിക്കല് ഹിമാലയ പർവ്വത പ്രദേശത്തേക്ക് കൊണ്ടുപോയി. പുറംലോകം കണ്ടറിയാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അവസരം ലഭിച്ചത് കൊണ്ടാണ് കുട്ടിയിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കി. അങ്ങനെയാണ് ശാന്തിനികേതനം വളർത്തിയെടുത്തത് അല്ലേ? അപ്പൊ അത്രയാണ് ക്വസ്റ്റ്യന്റെ ആൻസർ. അത് മിസ് എഴുതി സെൻഡ് ചെയ്ത് തരാം. പിന്നെ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്താ പറയുന്നത്? ടാഗോറിന്റെ ബാലകഥകൾ കണ്ടുപിടിച്ച് വായിക്കുക. ടാഗോറിന്റെ കഥകളെല്ലാം വായിച്ച് ഒരുപാട് കിട്ടാനുണ്ട് കേട്ടോ. അതില് വായിച്ചിട്ടുണ്ടോ? കാബുളിവാല വായിച്ചിട്ടുണ്ടോ? കാബുളിവാല സിനിമയുണ്ട്. ഓക്കെ. ടാഗോർ കൃതികളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അടുത്തത് ഇത്രയും കാര്യങ്ങളാണ് വർക്കിലുള്ളത്. അപ്പൊ നമ്മുടെ ആ പാഠവും കൂടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് നല്ലപോലെ വായിക്കണം. ഓക്കെ, കാരണം നല്ലൊരു പാഠാണ്. നല്ലപോലെ വായിക്കണം. ആൻസർ ഒക്കെ കിട്ടുന്നതാണ്. അപ്പോ അർത്ഥം, അതുപോലെ പാഠത്തിന്റെ പേര് എഴുതി അർത്ഥം എഴുതുക, പര്യായ പദങ്ങൾ എഴുതുക, വിപരീത പദങ്ങൾ എഴുതുക, ചേർത്ത് എഴുതുക, ചേരുംപടി ചേർക്കാം എഴുതുക, പൂരിപ്പിക്കുക. ഇത്രയും നമ്മളെ നോട്ടിലേക്ക് എഴുതണം. പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കുകയും ഇതും ഞാൻ എഴുതിത്തരാം. ഓക്കെ, അപ്പൊ ആ പാഠം ഫിനിഷായി. അപ്പോൾ നല്ല പോലെ ഒരു 2-3 ടൈംസ് അത് വായിക്കണം പാഠഭാഗം നല്ല പോലെ. ഓക്കെ, വായിക്കുമല്ലോ? ഓക്കെ ഓക്കെ, ബൈ. എഴുതണേ, നോട്ടിലേക്ക് എഴുതണേ. ഹലീമ, അത് ഫുള്ള് കംപ്ലീറ്റ് നോട്ടിലേക്ക് എഴുതണേ. ഓക്കെ. ഓക്കെ, ബൈ.